മൂന്നാമത്തേത് 2003 പുറത്തിറങ്ങിയ കാക്ക കാക്ക. മിന്നലെ എന്ന റൊമാൻറ്റിക് സൂപ്പർ ഹിറ്റിന് ശേഷം ഗൗതം വാസുദേവ് മേനോൻ ഒരു സ്ക്രിപ്റ്റുമായി വിജയുടെ അടുത്തേക്ക് എത്തി. പക്ഷേ ഒരു ആക്ഷൻ സിനിമ ഇപ്പൊ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്നും ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യാനാണ് താല്പര്യമെന്നും പറഞ്ഞു വിജയ് അത് ഒഴിവാക്കി. ശേഷം ഗൗതം വാസുദേവ് മേനോൻ വിക്രമിനെ സമീപിച്ചു. പക്ഷെ ചില തിരക്കുകൾ കാരണം വിക്രമിന് അത് ചെയ്യാൻ പറ്റിയില്ല. ശേഷം അത് ചെന്ന് വീണത് ആ കഥാപാത്രം ചെയ്യുവാൻ വേണ്ടി ജനിച്ചതെന്ന് തോന്നിപ്പോകുന്ന ഒരാളുടെ അടുത്തേക്കാണ്. പിന്നെ പറയണ്ടല്ലോ, ആ സിനിമ കാരണം അദ്ദേഹത്തിന്റെ തലവരെയും തെളിഞ്ഞു. തീർച്ചയായിട്ടും കാക്ക കാക്ക സൂര്യക്ക് ഒരു ടൈലർ മെയ്ഡ് കഥാപാത്രമായിരുന്നു. ഒരു പരിധിവരെ ആ കഥാപാത്രത്തിന് വിക്രം യോഗ്യൻ തന്നെയാണ്. ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വിജയ് വരുത്തിയത് വൻ നഷ്ടങ്ങളാണ്. നാലാമത്തെ സിനിമ 2003 തന്നെ പുറത്തിറങ്ങിയ ധൂൾ. കാക്ക കാക്ക ഒഴിവാക്കിയ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ വിജയ് ധരണിയുടെ ധൂൾ എന്ന ആക്ഷൻ സിനിമ ഒഴിവാക്കി. പിന്നീട് ധരണി തന്റെ മുമ്പത്തെ സിനിമയുടെ നായകനായ വിക്രമിന്റെ അടുത്ത് ഈ കഥ പറയുന്നു. വിക്രം അതിന് സമ്മതിക്കുകയും ചെയ്തു. ശേഷം പക്ഷെ ധൂൾ എന്ന സിനിമ പിന്നീട് കണ്ട വിജയ് ഞെട്ടി. കാരണം ധരണി തന്നോട് ആദ്യം പറഞ്ഞ കഥ പോലെ അല്ലായിരുന്നു അത് സിനിമയായി വന്നപ്പോ. സിനിമ കണ്ട ശേഷം വിജയ് ധരണിയെ വിളിച്ച് ഈ കാര്യം ചോദിച്ചു. അതിന് ധരണി പറഞ്ഞ മറുപടി, സാറ് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കഥ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ധൂൾ വരെ ഞാൻ എത്തിച്ചത്. ധൂളും അൻപേ ശിവവും വിജയുടെ വസീകരയും പൊങ്കൽ റിലീസായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ധൂൾ ആ പൊങ്കല് നിസ്സാരമായിട്ട് കൊണ്ടുപോയി. ധൂൾ ഇഷ്ടപ്പെട്ട വിജയ് ധരണിക്ക് ഉടൻ തന്നെ ഡേറ്റ് നൽകി. അങ്ങനെ തൊട്ടടുത്ത വർഷം വിജയും ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ ഒരു സിനിമ ഇറങ്ങി.